ഇന്നത്തെ അറിയിപ്പുകൾ. ആധാറിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി മുതൽ ഫോട്ടോ കോപ്പികൾക്ക് പകരം QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ആധാർ സംവിധാനമാണ് നിലവിൽ വരിക. ആധാറിന്റെ പുതിയ സംവിധാനം നവംബറോടെ പൂർത്തിയാകും. ഇതോടെ ഐറിസും വിരലടയാളം ഒഴികെ ബാക്കിയെല്ലാം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ആധാർ ദുരുപയോഗം തടയുന്നതിന് സഹായകരമാകും. ആധാർ ഡിജിറ്റലായി ട്രെയിൻ യാത്രകൾ, ഹോട്ടൽ ചെക്ക് ഇന്നുകൾ, പ്രോപ്പർട്ടി രജിസ്ട്രേഷനുകൾ തുടങ്ങിയ സേവനങ്ങളിൽ തിരിച്ചറിയലിനായി തെരഞ്ഞെടുത്ത് ഉപഭോക്താക്കൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും. വിലാസം, ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യൽ, പേരുമാറ്റം, തെറ്റായ ജനനത്തീയതി തിരുത്തൽ എന്നിവയെല്ലാം ഉപഭോക്താക്കൾക്ക് ഇനി വീട്ടിലിരുന്ന് തന്നെ മാറ്റാൻ കഴിയും. അതേസമയം ഉപഭോക്താക്കളുടെ സമ്മതത്തോടെ മാത്രമേ ഡാറ്റകൾ പങ്കിടാൻ കഴിയൂ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റായ ആധാർ കാർഡ് കൊണ്ടു നടക്കേണ്ടതിന്റെയും അതിന്റെ ഫോട്ടോ കോപ്പി നൽകേണ്ടതിന്റെയും ആവശ്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025-26 വർഷം സംസ്ഥാനത്ത് +1 മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ-ഗ്രാന്റ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾക്കായുള്ള ലാപ്സം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡ് തുടങ്ങിയവയും മറ്റ് വിദ്യാഭ്യാസാനുകൂല്യങ്ങളും ലഭിക്കുന്നതിനായി അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ ഇ-ഗ്രാന്റ്സ് പോർട്ടലിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന ജൂലൈ 25-നകം അപേക്ഷ സമർപ്പിക്കണം. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. വെൽഡർ, മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ, ഫീൽഡ് സെയിൽസ് മാനേജർ, അക്കൌണ്ടന്റ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി, ITI, ഡിപ്ലോമ യോഗ്യതയുള്ളതും എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് മേളയിൽ പ്രവേശനം. രജിസ്റ്റർ ചെയ്യാൻ താൽപര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 250 രൂപയും സഹിതം പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സെന്ററിൽ നേരിട്ട് ഹാജരാകണം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ ജൂൺ 21 ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് അഭിമുഖം. ദേശീയപാതകളിൽ ടോളിന് പകരം ഇനി വാർഷിക പാസ്. ടോൾ പ്ലാസയിലെ നിരക്ക് കുറയ്ക്കുന്നതിനും യാത്ര കൂടുതൽ ചെലവ് കുറഞ്ഞതാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ദേശീയപാതകളിൽ ടോളിന് പകരം വാർഷിക പാസ് നടപ്പാക്കുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അറിയിച്ചത്. 3000 രൂപ വിലയുള്ള ഫാസ്റ്റ് ടാഗ് അധിഷ്ഠിത വാർഷിക പാസാണ് സർക്കാർ അവതരിപ്പിക്കുകയെന്നും മന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു. ഓഗസ്റ്റ് 15 മുതൽ പുറത്തിറക്കുന്ന ഈ പാസ് വാണിജ്യ വാഹനങ്ങൾക്ക് ബാധകമല്ല. സ്വകാര്യ വാഹനങ്ങളിലാണ് ഇത് നടപ്പിലാക്കുക. വാർഷിക പാസ് എടുത്ത തീയതി മുതൽ 1 വർഷം വരെയോ അല്ലെങ്കിൽ 200 യാത്രകൾ വരെയോ പാസ് ഉപയോഗിക്കാം. ഇതിൽ ആദ്യം വരുന്നതാണ് പരിഗണിക്കുക. വാർഷിക പാസ് നിലവിൽ വരുന്നതോടെ രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിലൂടെ സുഗമവും ചെലവ് കുറഞ്ഞതുമായ യാത്ര സാധ്യമാകുമെന്നും ആക്ടിവേഷനും പാസ് പുതുക്കലിനുള്ള ലിങ്ക് ഉടൻ തന്നെ രാജ്മാർഗ് യാത്ര ആപ്പിലും MHAI റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാകും. പാസ് പുറത്തിറങ്ങുന്നതോടെ സ്ഥിരമായി റോഡ് മാർഗം സഞ്ചരിക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്.